ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടേ. അപ്പം എന്നോട് ഇരിക്കുക, ചേച്ചിയുടെ പണ്ടത്തെ മുടിയാണോ ഈ കാണുന്നത്? ചേച്ചിയുടെ ആ മുടി ഇങ്ങനായി ചേച്ചി എന്നൊക്കെ ചോദിച്ച്, ഇത്രയും വളർന്നത് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ച് എൻ്റെ പുറകെ ഓടി വന്നു. ഇത് തന്നെ മുടി, ചേച്ചിയുടെ മുടി തന്നെയാണോ എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചു കൂട്ടുകാർ, അതായത് കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സ്റ്റുഡൻസ് കേട്ടല്ലോ. അപ്പം അവരൊക്കെ ഇപ്പം കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി. അപ്പം കുറച്ച് ദൂരെയായിരുന്നല്ല മിക്കവരും. അപ്പം ഒരു കൂട്ടർ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ചു എന്നോട്, ചേച്ചിയുടെ തലമുടിയാണോ ഇത്? സത്യമായ കാര്യമാണോ എന്നും പറഞ്ഞ് തലമുടിയിലൊക്കെ ഒന്ന് പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാ വളർത്തിയെന്നുള്ളത് കാര്യങ്ങളും എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും കൂടെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. എല്ലാം, അതായത് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ വളർത്തിയതും പിന്നെ ഉള്ളി കഴിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു പാചകങ്ങൾ, പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരിടത്തോട്ട് ഒന്ന് പോയി ഷോപ്പിങ്ങിന്, അതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ, ആ കുട്ടൻസും ആ ടിപ്സും ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾക്കിന്ന് രാവിലെ പുട്ടാട്ടോ. പുട്ട് ഇതാ അങ്ങനെ നീരാവിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കടലക്കറിയും വെച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ, പുട്ടും കടലക്കറി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതാ, പുട്ടെല്ലാം ഉണ്ടാക്കി. ഒരു കുറ്റിയും കൂടെ ഉണ്ട്, അത് മോനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉള്ളതാണ്. ഇനി അടുത്ത നമ്മുടെ പരിപാടിയിലോട്ട് നമുക്ക് പോകാം. അപ്പം നമുക്ക് ഇന്നൊരു പുച്ചേരി ഉണ്ടാക്കാം. പുച്ചേരിക്ക് വേണ്ടി ദാ വെളിച്ചെണ്ണയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കടുവിട്ടു. ഇനി നമ്മുടെ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി. നിങ്ങൾ യൂട്യൂബ് ഞാൻ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങൾ പുളിശ്ശേരി കാണുന്ന അല്ലേ? എന്നാലും സാരമില്ല, എൻ്റെ പുളിശ്ശേരി സബ്സ്ക്രൈബേഴ്സായ പുതിയ ആൾക്കാർക്ക് പല രീതിയിലല്ലേ എല്ലാവരും പുളിശ്ശേരി. ഇത് തട്ടിക്കൂട്ടാ, പെട്ടെന്നുള്ള പുളിശ്ശേരി കേട്ടോ. ഹോസ്റ്റൽ പിള്ളേരും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ ഒന്ന് പെട്ടെന്നൊരു പുളിശ്ശേരി വെക്കണമെങ്കിൽ തീയൊക്കെ കുറച്ച് വെച്ചിരുന്ന് പേടിക്കണ്ട കേട്ടോ. ഇതേ മുളക്, ഉലുവ, കടുക്, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ പറയാം. പൊട്ടിയതിന് ശേഷം അതാ നമ്മുടെ ഏത്തപ്പഴത്തിന് നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഒരു ശകലം വെള്ളവും കൂടെ നമുക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാവേ. ഏത്തപ്പഴം അവിടെ കിടന്ന് വേഗട്ടെ. വെള്ളമൊന്നും ഒഴിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക്, എനിക്ക് ഇച്ചിരി ആശ്വാസത്തിനാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് തിളയ്ക്കാം. നമ്മളിച്ചിരി ഉപ്പും കൂടെ, വെറ്റില മുളക് ശകലം കരിഞ്ഞിട്ടുണ്ട്, സാരമില്ല. നമുക്ക് ഒന്ന് ഇളക്കി വേഗം അടച്ചു വെക്കട്ടെ. നമ്മുടെ പുളിശ്ശേരിയുടെ സാധനം വെന്തു കേട്ടോ. ഇനി നമ്മളിതാ അരപ്പെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. ഇവനെ അങ്ങോട്ടേക്ക് തട്ടുക. തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ചേർത്തതിന് ശേഷം നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതാ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, ഇതാണ് തട്ടിക്കൂട്ട് പുളിശ്ശേരി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഇളക്കി ഒന്ന് പത വന്നിട്ട് നിർത്തി വെക്കുക. ഉപ്പൊക്കെ ഇട്ടോ കേട്ടോ. അപ്പം നമുക്കിന്നൊരു ചീര അവിയൽ വെക്കാം കേട്ടോ. അതാ നമ്മുടെ ചീരയൊക്കെ എടുത്തോണ്ട് വന്നു ഞാൻ. അച്ഛനും മോനും കൂടെ ഭയങ്കര ചർച്ചയിലാട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കര ചർച്ചയാണ് കേട്ടോ. അന്താരാഷ്ട്ര ചർച്ചയാന്ന് തോന്നുന്നു. ആണോ? ആ ശരി. ആ അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ എന്താണേലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല അല്ലേ? അതായത് കാരണം ഞാൻ പറയാൻ വന്നത്, നമ്മൾ നമ്മുടെ മുട്ടയുടെ വെള്ള തേച്ചാണ് നമ്മുടെ തലമുടി ഇത്രത്തോളം നമ്മൾ വളർത്തിയെടുത്തത്. അപ്പം എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് എത്ര ജലദോഷം ഉണ്ടെങ്കിലും ശരി, എന്നാണെങ്കിലും ശരി, നമ്മൾ മുട്ട ടിപ്സ് ചെയ്താൽ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആരും എൻ്റെ മുട്ട ടിപ്സ് മറക്കല്ല. നമ്മുടെ മുടി മുഴുവൻ വളർന്നു വന്നതിൻ്റെ രഹസ്യം ഈ മുട്ട ടിപ്സാണ്. അതായത് മുടി തീരെ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. ആ മുടിയെ ഈ രീതിയിലാക്കിയെടുത്തത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മുട്ട ടിപ്സിലൂടെയാണ്.
പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് മുട്ട ടിപ്സ് തേച്ച് മുടി നന്നായിട്ട് വളർന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ടിപ്സ് പിടിക്കുന്നവർക്ക് മാറി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും ബെസ്റ്റാണ് അടുത്ത ഒരെണ്ണം നമ്മുടെ പേരയില. പേരയിലെന്ന് പറഞ്ഞാൽ പേരയിലയുടെ കുരുന്ന നാമ്പെടുത്തിട്ട് നല്ലതായിട്ട് നികത്ത, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് തലേദിവസം ഇടുക. രാത്രി ഇട്ടതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം ആ വെള്ളം തലയിൽ തേച്ചിട്ട് കുളിക്കുക. അതിന് മുമ്പ് നമ്മൾ എണ്ണ തേക്കണം കേട്ടോ. എണ്ണ തേച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മുടി വളരത്തില്ല. കണ്ടോ ഇത്രയും വളർന്നതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ആ വെള്ളം നമ്മുടെ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്ന ആ എണ്ണ തേച്ചിട്ട് വേണം ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വേണം നിങ്ങൾ പേരയുടെ ഇല തേക്കാൻ. ഇലയല്ല, പേരയുടെ ജ്യൂസ് വെള്ളം തേച്ചിട്ട് ഒന്നുമില്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് 10-20 മിനിറ്റ് ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ എൻ്റെ അത് കഴുകുന്ന കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒന്നിനും ഞാൻ ഷാമ്പു അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷാമ്പു എന്ന് പറയുന്നത് ചൂടാണ്. അഥവാ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ചെമ്പരത്തി താളി, അതായത് ചെമ്പരത്തി നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആ ചെമ്പരത്തിയുടെ താളി വെച്ച് മാത്രമേ നമുക്ക് കഴുകാവൂ. അപ്പം ഞാനിനി എണ്ണയൊക്കെ തേച്ച് മുട്ടയൊക്കെ തേച്ച് 20 മിനിറ്റൊക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. നമ്മുടെ മുടി എല്ലാവർക്കും അറിയാം കേട്ടോ. ഇപ്പം എനിക്ക് കമൻറ്റ് ഒത്തിരി പേര് വരുന്നുണ്ട്, ചേച്ചിയുടെ മുടിയാണോ ഞങ്ങൾ ഈ കാണുന്നതെന്ന്. കാരണം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച കുട്ടികളാണ് 10ാം ക്ലാസ്സിൽ. അവരൊക്കെ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ് പിള്ളേരായപ്പോൾ ചേച്ചി ഈ ചേച്ചിയുടെ മുടി തന്നെയാണോ ഈ കാണുന്നത് പണ്ടത്തെ എന്നും പറഞ്ഞു വലിയ അത്ഭുതത്തോടു കൂടി. കാരണം അവർക്കൊക്കെ അറിയാം സ്പ്രിങ് പോലത്തെ ഇത്രയായിട്ട് കിടന്ന മുടി. അതാണ് ആ സ്പ്രിങ് പോലുള്ള മുടിയെ ഇങ്ങനെ ആക്കിയെടുത്തത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പേരയില, മുരിങ്ങയില എല്ലാവർക്കും പിടിക്കത്തില്ല. അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് തേക്കാം. പിന്നെ ആഴ്ചയിലൊന്ന് ഉലുവ വെള്ളം അടിപൊളിയാണ്. പിന്നെ തേയില വെള്ളം അടിപൊളിയാണ്. പിന്നെ നമ്മൾ വൈകിട്ട് എന്തെങ്കിലും നട്ട്സൂടെ ഉള്ളിലോട്ടുകൂടെ ചെല്ലണം കേട്ടോ. എന്തെങ്കിലും കശുവണ്ടിപ്പരിപ്പോ ബദാമോ ഈന്തപ്പഴോ എന്തെങ്കിലും 1-2 ഓരോന്നോ 2 വെച്ച് കഴിച്ചാൽ മതി. ഇതും ഞാൻ തിന്നുന്നുണ്ട് കേട്ടോ. അതും തിന്നാൻ പണ്ടൊക്കെ ഇതൊന്നും തിന്നാറില്ലായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ ഇതും ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയണല്ലോ. 3 നമ്മുടെ അച്ഛൻ വളർത്തിയെടുത്ത് കല്യാണം കഴിപ്പിച്ച് പഠിപ്പിച്ച് ഒക്കെ ആക്കിയ അച്ഛൻ എങ്ങനെയൊന്നും ഈന്തപ്പഴവും ഇതുമൊക്കെ മേടിക്കാൻ പറ്റും. ഇന്നിപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈന്തപ്പഴം അതും ഇതുമൊക്കെ തിന്നുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഗുണങ്ങളുണ്ട് കേട്ടോ, കാണും. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. ഇതെല്ലാം തേച്ച് കുളിച്ചിട്ടൊക്കെ കാണാം. അപ്പൊ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അതാ നല്ല സൂപ്പറായിട്ട് തലയിൽ ഇതൊക്കെ ഇട്ട് തേച്ച് 20 മിനിറ്റ് ഇരുന്ന് കുളിച്ച് ചേട്ടന്റെ കോമഡി കാണിച്ചു തരാവേ. നോക്കിക്കേ, ഞാനും മോനും കൂടെ ടൗണിൽ പോകാൻ പോവാണേ. അവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നും പറഞ്ഞ്. അപ്പൊ ദാ എന്റെ ബാഗ് എടുത്ത് ചേട്ടൻ ഇട്ടു. എങ്ങനെയുണ്ട്? അയ്യോ എനിക്ക് വയ്യ, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞങ്ങള് ടൗണിലൊക്കെ പോയിട്ടൊക്കെ വരാവേ. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ മടിയനാ, വരുന്നില്ലെന്ന് കേട്ടല്ലോ. അപ്പൊ പോയിട്ട് വരാം. ചേട്ടന് കാർ എടുക്കാൻ മടി. കാരണം എന്താണെന്നറിയാമോ? കാർ എടുത്തു കഴിഞ്ഞാൽ കഴുകണം. അതാണ് ചേട്ടൻ വരാത്തന്നെ കാരണം. ചേട്ടൻ തന്നെയാണ് കഴുകുന്നത്. അപ്പം ഞങ്ങൾ പോയച്ചക്ക വരാം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാവേ. ഞങ്ങൾ നേരെ മാക്സിലോട്ടാ വന്ന കേട്ടോ. അവിടുന്ന് ഞാൻ ഒന്നും പിടിച്ചില്ല കേട്ടോ. ഒരു ഡ്രസ്സും ഞങ്ങൾക്ക് പിടിച്ചില്ല, കൊച്ചിനും പിടിച്ചില്ല. മുമ്പേ നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത സ്ഥലത്തോട്ട് പോവാം കേട്ടോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക്. അപ്പം അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി വണ്ടി എടുക്കാൻ പോവാണേ. ഡ്രസ്സെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് മീൻ മേടിക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾ മേടിച്ച മീൻ ഇതാ കായൽ വറ്റ. അപ്പോൾ വെട്ടാൻ കൊടുത്തേക്കുവാണ്. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ. വന്ന് ഞങ്ങളിതാ ചോറൊക്കെ കൊണ്ടുപോവാണ്. നമ്മുടെ കോഴിയുടെ മുട്ടയാ, ലൈവാ അല്ലേ? നമ്മുടെ കോഴിമുട്ടയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുവാണ്. ഇതാ അവിടെ ഒരാളെ എടുത്തോണ്ടൊക്കെ വരുന്നേ ഉള്ളൂ.
പതുക്കെ പതുക്കെ ഉറുമ്പനങ്ങുന്ന പോലെ വരുന്നേ ഉള്ളൂ. ചോറൊക്കെ വിളമ്പി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാട്ടോ. കഴിച്ചിട്ട് എല്ലാരും അങ്ങനെ ചോറുണ്ട് കേട്ടോ. ഇതാരും ഇരുന്നുണ്ടെന്നേന്ന് കണ്ട നമ്മുടെ ഇളയ മോനാണ്. എല്ലാവർക്കും എൻ്റെ മോനെ ഇഷ്ടാന്ന് പറഞ്ഞു കേട്ടോ. രണ്ടുപേര് മോനെ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പൊ ഞങ്ങളെല്ലാരും ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഞാനും മോനും കൂടെ കടയിൽ പോയില്ലായിരുന്നു. അപ്പം അവന് കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങിക്കണമായിരുന്നു, അതെല്ലാം മേടിച്ചു. പിന്നെ ചേട്ടനൊരു ഷർട്ടും അവൻ മേടിച്ചു. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോർത്ത് അതിന് പോക്കറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ആ പോക്കറ്റ് വൈകിട്ടിനി പോയി അതിനെ ഒന്ന് മാറണം. പോക്കറ്റിൽ ഉണ്ടെന്നോർത്ത ശ്രദ്ധിക്കുന്നില്ലല്ലോ, എല്ലാ ഷർട്ടിനും പോക്കറ്റ് ഉണ്ടല്ലോ എന്നോർത്താണ് എടുത്തത്. ആ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ പോയി മാറ്റാം, അവർ പറഞ്ഞാ വിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാഴിയുണ്ടെങ്കിൽ മാറ്റാൻ വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ വൈകിട്ട് പോയി ഒന്ന് മാറ്റണം. അപ്പം നമ്മുടെ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എല്ലാവരോടും എങ്ങനെയൊക്കെയാ നോക്കേണ്ടതെന്നുള്ളത്. ഞാൻ ഇന്ന് എല്ലാം കഴുകി മുട്ട ടിപ്സൊക്കെ ഇട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. വൈകിട്ടിടുന്ന ഷോട്ടിനും എല്ലാവരും എനിക്ക് റീപ്ലൈ തരാറുണ്ട്, അതിൻ്റെ കമന്റ് ഇടാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്നും പറഞ്ഞ്. പക്ഷെ ഞാൻ ഷോർട്ടിൻ്റെ അങ്ങനെ കമന്റിന് മറുപടി കൊടുക്കാറില്ല. കാരണം നമുക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അതിനൊരു ലവ് സൈൻ മാത്രമേ എല്ലാവർക്കും തരാറുള്ളൂ. അതിനാരും എന്നോട് പിണങ്ങരുത്. കാരണം അത് എല്ലാവർക്കും കൊടുക്കാനുള്ള നമുക്ക് ഒത്തിരി സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാട്ടോ വലിയ വീഡിയോയ്ക്കാണ് അന്നത്തെ. ഇന്നിപ്പം വീഡിയോ ഇടുവാണെങ്കിൽ ഇന്ന് രാത്രിയിലും കമന്റ് ഇടും, നാളെ രാവിലെയും കമന്റ് ഇടും. ബാക്കി കാണുന്ന പിന്നെ കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അന്നേരം ഇടുന്നവർക്ക് മറുപടി കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് സന്തോഷം. ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.